ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫിഷിംഗ് ക്രൈസ് ഓഫ് വില്ലേജിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെന്താ ഫിഷിങ്ങിനായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ വന്നിരിക്കുന്നത് ലൈവ് കൊഞ്ചുമായിട്ടാണ്. സംഭവം നോക്കാം എന്ത് കിട്ടുമെന്നുള്ളത്. നമ്മൾ കൊരുത്ത് എറിഞ്ഞിട്ട് നോക്കണം. ഇപ്പോൾ മേടിച്ചാണ് കൊഞ്ച്, പക്ഷേ ഭയങ്കര ടാസ്ക്കാണ്. കൊഞ്ചെല്ലാം വലുതാണ്, സൈസാണ്. അപ്പോൾ ഈ മീൻ കൊഞ്ചിനെ കൊരുത്തിടുമ്പോഴത്തേക്ക് ഒന്നിൽ തല അല്ലെങ്കിൽ വാല് ഏതെങ്കിലും ഒന്ന് കടിച്ചുകൊണ്ട് പോകും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ഡബിൾ ചൂണ്ട കിട്ടിയിട്ടും ഒരു രക്ഷയില്ല. മീനൊന്നും ഇപ്പോൾ കിട്ടാറില്ല, സീസണല്ല, ടൈമല്ല. നമ്മളൊരു ഈവനിങ്ങാണ് ഇറങ്ങിയിരിക്കുന്നത് ഫിഷിങ്ങിന്. വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നേരം ഒരുവിധം പരവരായി ഇരുട്ടി തുടങ്ങിയതിന് ശേഷം നമുക്ക് മീനടി ഒന്നും വലിയ കുറവായിരുന്നു. അതുവരെ നമുക്ക് മീൻ ഇരുട്ടുന്നത് വരെ നമുക്ക് മീനൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. നമ്മളങ്ങനെ കൊരുത്തിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നു. 1-2 മണിക്കൂറോളം വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വന്നു. എന്നിട്ട് നമുക്കൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഭാഗ്യപരീക്ഷണമാണ്. തുടങ്ങിക്കഴിഞ്ഞാൽ ചാകരയും, തുടങ്ങിയില്ലെങ്കിൽ ഒന്നുമില്ലാത്ത രീതി. അതാണ് ഫിഷിങ് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളിപ്പോൾ അടിച്ചിട്ടു, നേരെ ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഒരു സ്ട്രൈക്ക് കിട്ടി. നമ്മൾ ഒറ്റ സ്റ്റെപ്പിന് ഹൂക്ക് ചെയ്ത് കഴിഞ്ഞെടുത്ത് നമുക്കൊന്നും ഓണാക്കാനുള്ള ടൈം കിട്ടിയിട്ടില്ല. വീഡിയോ കിട്ടിയിരിക്കുന്ന ഒരു ചെമ്പല്ലിയാണ്. അത്യാവശ്യം 1/2 കിലോ സൈസ് വരും എന്നൊരു ചെമ്പല്ലിയാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് വീഡിയോ എന്ന് വെച്ചാൽ ഇത് ചെസ്റ്റ് ബെൽറ്റ് എടുക്കുന്നത് കൊണ്ടാണ് നമുക്ക് വീഡിയോ കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് കിട്ടാത്തത്. അതുമാത്രമല്ല നമ്മുടെ ഉള്ള ഫോണിലാണ് എടുക്കുന്നത്. അതാണ് ഏറ്റവും വലിയൊരു ടാസ്ക്. ഫോണിൽ എടുക്കുമ്പോഴത്തേക്ക് ഈ ബെൽറ്റ് ലൂസായി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അതാണ് ഈ സ്ക്രീൻ കിടന്ന് കൂടുതലായിട്ട് അനങ്ങുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത കൊഞ്ചിനെ കൊരുത്തിട്ടിട്ടുണ്ട്. നോക്കാം എന്ത് കിട്ടുമെന്നുള്ളത്. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാ ഫ്രണ്ട്സിലും നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കും. ഇതുപോലത്തെ പുതിയ വീഡിയോകൾ ഇടുമ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടുത്തതിന് കുരുത്തെറിഞ്ഞിട്ട് നമുക്ക് കുറേ നേരം വീണ്ടും വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഏകദേശം നമ്മൾ 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത ഫിഷിംഗാണ്. തീർന്നപ്പോൾ ഏകദേശം 9-10 മണിയോളം ആയിട്ടുണ്ടായിരുന്നു. അതുവരെ ഇരുന്നിട്ടാണ് നമുക്ക് 2-3 കിട്ടിയിട്ടുള്ളത്. എന്തായാലും നമുക്ക് എറിഞ്ഞിട്ട് പയ്യെ വെയിറ്റ് ചെയ്ത് തൂക്കി എടുക്കാം എന്നുള്ള പ്ലാനിങ്ങിലാണ് നിൽക്കുന്നത്. നേരം ഇരുട്ടി തുടങ്ങിയപ്പോഴത്തേക്ക് ചെറുതായിട്ട് മീനിൻ്റെ ആക്ടിവിറ്റീസ് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും കിട്ടുമോ ഇല്ല എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. നമ്മളങ്ങനെ വീണ്ടും അടുത്ത കൊഞ്ചിനെ കൊടുത്തിട്ട് കട്ട വെയിറ്റിംഗ് ആണ്, ബോറടിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മീൻ കിട്ടിയാലേ ഒരു ഇൻട്രസ്റ്റിംഗ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഒരെണ്ണം ഹൂക്കപ്പ് കൊടുത്തിട്ടുണ്ട്, നമുക്കതിനെ കിട്ടിയിട്ടുണ്ട്. കയറ്റി നോക്കാം എന്താണെന്നുള്ളത്. ചെറിയ മീനാണെങ്കിൽ പോലും വെള്ളത്തിൽ കിടക്കുമ്പോൾ അവരാണ് രാജാവ്. കാരണം വെച്ചാൽ അത്രയും ഫൈറ്റ് എടുക്കും. എന്താണെന്നുള്ളത് കിട്ടിയിട്ട് കയറ്റി നോക്കട്ടെ. നല്ല ഫൈറ്റ് എടുക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ഇവിടെ കൂടുതലും വലയുടെ വേസ്റ്റ് ഉള്ളതുകൊണ്ട് മീൻ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ അതിലൊന്ന് ഉടക്കാറാണ് കൂടുതലും പതിവ്. ഡബിൾ ഹൂക്ക് കിട്ടുമ്പോഴത്തേക്കും പ്രശ്നം അതാണ്. ഒരു ഹൂക്ക് ഒന്ന് ചൂണ്ടയിൽ മീനിലും ഒരു ഹൂക്ക് ഒന്ന് വലയിലും ആയിരിക്കും കിടക്കുന്നത്. അങ്ങനെ നമുക്ക് മീൻ മിസ്സായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു ചെമ്പല്ലി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ചെമ്പല്ലി ചൂണ്ട വീങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അടുത്തത് കൊരുത്തെടുത്ത് പറവറായി കട്ട് ചെയ്ത് വിട്ടുടനെ അടുത്ത കെട്ടി കൊരുത്തെടുത്ത് എറിഞ്ഞെടുക്കുക. കൊഞ്ച് എടുത്ത് ഇങ്ങനെ കൊരുത്തിട്ട് നമ്മൾ എറിയുന്നുണ്ട്. തലയിലാണ് നമ്മൾ കൂടുതൽ കൊരുക്കാറ്. അത്യാവശ്യം വലിയ കൊഞ്ചാണെങ്കിൽ പോലും നമുക്ക് സൈസ് മീനുകളാണെങ്കിൽ ഇതേപോലെ കിട്ടും. ചെമ്പല്ലിയൊക്കെ ആണെങ്കിൽ ഒറ്റ ഹൂക്കപ്പിന് തന്നെ അത് കറക്റ്റായിട്ട് ഇരയെടുക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചൂണ്ട ഹൂക്ക് ചെയ്തെടുക്കാനും എളുപ്പമാണ്. നമ്മളിപ്പോൾ അടുത്ത കൊരുത്തിട്ട് അടുത്ത വെയിറ്റിംഗ് തുടങ്ങിയിട്ടുണ്ട്. ഇത് നല്ല നേരെ ഇരുട്ടിയതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ചെറിയൊരു ഹമൂറിൻ്റെയൊക്കെ ചാൻസ് കൂടുതലാണ്. അത് കിട്ടോ ഇല്ല എന്നുള്ളത് കണ്ടറിയണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇത്തിരി പാടാണ് മീൻ കിട്ടിയാൽ തന്നെ എടുക്കാനായിട്ട്. റിസ്ക് ഹെവി ഏരിയകളാണ്. നിങ്ങളിത് കണ്ടുകൊണ്ട് ആരും പോയി അനുകരിച്ച് പോയി വീഡിയോ എടുക്കാനോ ചൂണ്ടയിടാനോ ശ്രമിക്കരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ് കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല. മീനാണെങ്കിൽ നമുക്ക് പിന്നെയും പിടിക്കാം. വീണ് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ചെറിയ ഹമൂറാണ്. നമ്മുടെ ചാനൽ മോണിറ്റൈസേഷന് വേണ്ടിയിട്ടുള്ള വാച്ച് അവറിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് ഈ കാണുന്നതെല്ലാം. എല്ലാം കഷ്ടപ്പാടാണ്. നമുക്ക് ഇത്രയും മീൻ കിട്ടിയിട്ടുണ്ട്. ഇന്ന് കിട്ടിയിരിക്കുന്ന മീനാണ്. ഇന്നത്തെ നമ്മുടെ വേട്ട കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ഗേസ്.